നമസ്കാരം. ETM ലളിതത്തിലേക്ക് സ്വാഗതം. തുടർച്ചയായ 4 ദിവസവും ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേട്ടം കണ്ടു. ബാങ്ക് നിഫ്റ്റി പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഈ നേട്ടത്തിന് പിന്നിൽ എന്തൊക്കെ ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത്, അടുത്ത ആഴ്ച നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം, ഈ ആഴ്ചയിൽ 2% വർധനയോടെയാണ് ഓഹരി സൂചികൾ ക്ലോസ് ചെയ്തത്. ഇതൊക്കെ സംബന്ധിച്ചുള്ളൊരു വിശകലനങ്ങളും ഇത്തരം ഘടകങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ വിപണിയിൽ ഇന്നും മുന്നേറ്റം കാണാനായി. തുടർച്ചയായ 4 ദിവസമാണ് ഇന്ത്യൻ ഓഹരി വിപണി ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലൂടെ നീങ്ങുന്നത്. പ്രധാന ഓഹരി സൂചികളായ നിഫ്റ്റി 27,600, സെൻസെക്സ് 84,000 എന്ന നിർണായക നിലവാരങ്ങൾ മറികടന്നിട്ടുണ്ട്. NSEയുടെ ബാങ്കിങ് ഓഹരികളുടെ സൂചികയായ ബാങ്ക് നിഫ്റ്റി ഒരു പുതിയ സർവകാല റെക്കോർഡ് ന്യൂ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു. ഇതോടെ വെള്ളിയാഴ്ച വ്യാപാരത്തിലൂടെ നോക്കുകയാണെങ്കിൽ NSEയുടെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റി 89 പോയിൻ്റ് നേട്ടത്തോടെ, അതായത് 0.35% വർധനയോടെ 25,638-ലും BSEയുടെ അടിസ്ഥാന സൂചിയായ സെൻസെക്സ് 303 പോയിൻ്റ്, അതായത് 0.36% വർധനയോടെ 84,059 നിലവാരത്തിലും ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 237 പോയിൻ്റ്, അത് 0.41% വർധനയോടെ 57,444 നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. ഓൾ ടൈം ഹൈഡ്, ഇന്നത്തെ ഒരു ഡേ ഹൈഡ് എടുത്ത് തന്നെയാണ്, ഓൾ ടൈം ഹൈഡ് എടുത്ത് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. 57,475, അതായത് 57,475 ആണ് പുതിയ ഓൾ ടൈം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ തൊട്ട് താഴെയായിട്ട് തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാണാം, ഇന്നലെ 57,263 വരെ ഒരു നിലവാരങ്ങളായിരുന്നു ബാങ്ക് നിഫ്റ്റി എത്തി നിന്നിരുന്നത്. അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഇതോടെ ജൂൺ മാസത്തിലെ അവസാന ആഴ്ചയിൽ 2% നേട്ടം കരസ്ഥമാക്കിയാണ് പ്രധാനപ്പെട്ട അടിസ്ഥാന സൂചികൾ അഥവാ ബെഞ്ച് മാർക്ക് ഇൻഡിസസ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ തുടർച്ചയായ 2ാമത്തെ വ്യാപാരാഴ്ചയാണ് നേട്ടത്തോടെ ഒരു വിപണി ക്ലോസ് ചെയ്യാനും സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ആഗോള ഘടകങ്ങൾ അനുകൂലമായതും വിദേശ നിക്ഷേപകരുടെ ഒരു വാങ്ങൽ താല്പര്യവുമാണ് ആഭ്യന്തര വിപണി ഇന്ന് മുന്നോട്ട് നയിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷം അയഞ്ഞതും US ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള വാർത്തകളെക്കുറിച്ച് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതോടുകൂടിയും ആഗോള വിപണികളിൽ നിന്നൊരു മുന്നേറ്റം കാണാനായി US മാർക്കറ്റുമൊക്കെ ഒരു റെക്കോർഡ് ഹൈഡ് അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലുമൊക്കെ ഒരു ഓപ്പണിംഗ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രീ മാർക്കറ്റ് കണ്ടീഷൻ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് അനുകൂലാവസ്ഥയിലായിരുന്നതിനാൽ നേട്ടത്തോടെ തുടങ്ങാൻ ഇന്ന് വിപണിയെ സഹായിച്ചിട്ടുണ്ട് അത്തരം ഘടകങ്ങൾ. അതേപോലെ US-ഉം ഇന്ത്യയും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി വ്യാപാര ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിനെ സംബന്ധിച്ച് ജൂലൈ 9 മുമ്പ് ഒരു ട്രേഡ് ഡീൽ സാധ്യമായേക്കും ട്രംപ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പരോക്ഷമായിട്ടുള്ള സൂചനയോടെയാണ് നൽകിയിട്ടുള്ളത്. അപ്പം എന്തായാലും ജൂലൈ 9 US-ലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ അധിക ഇറക്കുമതി തീരുവ വീണ്ടും പ്രാബല്യത്തിലാകുന്നത്. ഏപ്രിലിൽ ചുമത്തിയ അധിക ഇറക്കുമതി തീരുവ ഏപ്രിൽ 9 മുതൽ ഒരു 3 മാസക്കാലത്തേക്ക് മരവിപ്പിക്കൽ ഏർപ്പെടുത്തിയതോടെയാണ് നമുക്കെല്ലാവരും ആശ്വാസം കിട്ടിയത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ വളരെയധികം ഉഭയകക്ഷി വ്യാപാര കരാർ ഇന്ത്യയും US-ഉം തമ്മിലുള്ള ചർച്ചകൾ വളരെയധികം പുരോഗമിച്ചെങ്കിലും ഒരു മെയ്ക്ക് ശേഷം അതിൻ്റെ അകത്തൊരു പുതിയ അപ്ഡേറ്റുകളൊന്നും വരാതിരുന്ന മാർക്കറ്റിനെ ഒരു സംബന്ധിച്ച് നെഗറ്റീവായി ബാധിച്ചിരുന്ന ഘടകമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് സംഘർഷം, പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ US തമ്മിലുള്ളൊരു വ്യാപാര കരാറിലേക്ക് എത്തുമെന്ന് ട്രംപ് തന്നെ വെളിപ്പെടുത്തിയതും വളരെയധികം പോസിറ്റീവായിട്ട് വിപണിയെ സംബന്ധിച്ച് മാറിയിട്ടുണ്ട്. ജൂൺ 26 ഇന്ത്യൻ ഡെലിഗേറ്റ്സ് US-ൽ എത്തിയിട്ടുണ്ട്. ആ ഒരു അവസാനവട്ട ചർച്ചയിൽ ഒരു ഇന്ത്യയും US-ഉം തമ്മിലുള്ളൊരു ഇടക്കാല ഉഭയകക്ഷി വ്യാപാരക്കാർ ഇന്റർ ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റിലോട്ട് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വിപണിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഒരു ഘടകമാണ്. ആ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ് ഇപ്പം വിപണിയെ പ്രധാനമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത്. അതിന് കൂടുതൽ വില താഴ്ന്നു നിൽക്കുന്നതൊക്കെ മറ്റ് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ മാസത്തെ ഒരു എക്സ്പയറി വളരെ സ്ട്രോങ് ആയിട്ട് കഴിഞ്ഞ ജൂൺ സീരീസിൻ്റെ എക്സ്പയറി മന്ത്ലി F&O വിഭാഗത്തിൽ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് വിഭാഗത്തിലെ കോൺട്രാക്റ്റുകളുടെ എക്സ്പയറി ഒരു ക്ലോസ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ സീരീസിലും ഒരു സ്ട്രോങ് റോളവേഴ്സ് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്ന വിപണിയെ പോസിറ്റീവായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച FIs-ഉം ഓഹരികൾ വാങ്ങുന്ന ഒരു പക്ഷത്ത് നില ഉറപ്പിച്ച് വെക്കുന്നത് വിപണിയെ സഹായിക്കുന്നു. കഴിഞ്ഞ ദിവസം 12,500 കോടി രൂപയുടെ ഒരു പർച്ചേസാണ് ക്യാഷ് സെഗ്മെൻറ്റിൽ FIs നടത്തിയെങ്കിൽ ഇന്ന് 1,400 കോടി രൂപയുടെ ഒരു ഓഹരി, 1,400 കോടി രൂപ മൂല്യം വരുന്ന ഓഹരികൾ, അതായത് നെറ്റ് ബൈ പൊസിഷനിൽ തന്നെ ഉണ്ട്. FIs-ന് 1,400 കോടി രൂപയുടെ ഒരു പർച്ചേസാണ് NSEയിലെ ഡാറ്റ, ക്യാഷ് സെഗ്മെൻറ്റ് ഡാറ്റ നോക്കുമ്പോൾ കാണാനാകുന്ന. അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ വിപണിയുടെ ഒരു മുന്നേറ്റത്തിന് സഹായിച്ചിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അനുകൂലമായ ആഗോള ഘടകങ്ങളും ഇന്ത്യ US വ്യാപാരക്കാരെ സംബന്ധിച്ച പ്രതീക്ഷകൾ ശക്തമായതും കൂടുതൽ വില താഴ്ന്നു നിൽക്കുന്ന FIs-ൻ്റെ ഒരു നിക്ഷേപ താല്പര്യം തുടരുന്നതുമൊക്കെ വിപണിയെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ അടിസ്ഥാന സൂചികൾ അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ഇൻഡിസസിനെ കവച്ചു വെക്കുന്ന പ്രകടനമെന്ന്
പറയാനാകില്ലെങ്കിൽ പോലും താരതമ്യേന മികച്ച രീതിയിൽ തന്നെയാണ് ബ്രോഡർ മാർക്കറ്റിൽ വെള്ളിയാഴ്ചത്തെ വ്യാപാരവും രേഖപ്പെടുത്തിയിരിക്കുന്നത്. NSE നിന്ന് വ്യാപാരം ചെയ്യപ്പെട്ട മൊത്തം 2986 ഓഹരികളാണുള്ളത്. ഇതിൽ 1681 എണ്ണമാണ് നേട്ടത്തോടെ ഇന്ന് ക്ലോസിംഗ് ചെയ്തത്. മറുവശത്ത് 1229 ഓഹരികൾ നഷ്ടം നേരിട്ടാണ് വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് അഡ്വാൻസ് ഡിക്ലറേഷൻ പോസിറ്റീവ് തന്നെയുണ്ട്. ഒന്നിലധികം ഇപ്പം 1.25 ആ രീതി പറഞ്ഞാലും എന്തായാലും മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ട ഓഹരികളിൽ ഭൂരിപക്ഷവും നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളതിന് അഡ്വാൻസ് ഡിക്ലറേഷൻ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇതിലാണ് രേഖപ്പെടുത്തുന്നത്. 1229 ഓഹരികൾ നഷ്ടം നേരിട്ടു. 76 ഓഹരികൾ മാറ്റമൊന്നും രേഖപ്പെടുത്തിയില്ല. ഇതേ സമയത്തിന് നോക്കുകയാണെങ്കിൽ 86 ഓഹരികളിൽ 52 ആഴ്ചയിലെ പുതിയ ഉയർന്ന നിലവാരം തിരുത്തി കുറിച്ചിട്ടുണ്ട്. അതായത് 52 വീക്ക് ഹൈ പുതിയ, അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിൽ പുതിയ ഉയർന്ന നിലവാരം 86 ഓഹരികളിൽ NSEയിൽ 86 ഓഹരികളിൽ തിരുത്തി കുറിച്ചു. അതേപോലെ തന്നെ ഇതേ കാലയളവിൽ കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഏറ്റവും താഴെ നിലവാരങ്ങളിലേക്ക് 24 ഓഹരികൾ ഇന്നത്തെ വ്യാപാരത്തിനിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. 105 ഓഹരികൾ അപ്പർ സർക്യൂട്ട് നിലവാരത്തിലും 40 ഓഹരികൾ ലോവർ സർക്യൂട്ട് നിലവാരത്തിലുമാണ് വ്യാപാരം പൂർത്തിയാക്കിയിരിക്കുന്നത്. NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 100, നിഫ്റ്റി 200, നിഫ്റ്റി 500 ഇവ മൂന്നും നേട്ടത്തോടെയാണ്. ഒരു 0.37% മുതൽ 0.44% ഉള്ളത്. അതായത് 0.5%, 0.5%-ഇടയ്ക്കുള്ളൊരു നേട്ടം NSEയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 സൂചികയാകട്ടെ 0.91%, അതായത് ഏകദേശം 1% നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ് 100 സൂചിക 0.27%, 0.25% നേട്ടം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ നിഫ്റ്റി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും തമ്മിലുള്ള ഡിസ്പാരിറ്റി പ്രകടമായിരുന്നു. എന്നിരുന്നാൽ പോലും സ്മോൾ ക്യാപ്പിന് കഴിഞ്ഞൊരു ഒരാഴ്ചയ്ക്ക് മുന്നേ വരെ മിഡ് ക്യാപ്പ് ആയിരുന്നു ഒരു ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ സ്മോൾ ക്യാപ്പിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും തുടർച്ച 6ാമത്തെ ദിവസമാണ്. അതായത് സ്മോൾ ക്യാപ്പ് സൂചികളും മിഡ് ക്യാപ്പ് സൂചികളും തുടർച്ച 6ാം ദിവസമാണ് നേട്ടത്തോടെ ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ വീക്ക്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 2%-അധികവും സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 4%-അധികവും ഈ ജൂണിലെ അവസാന വ്യാപാരാഴ്ചയിൽ നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാം. പിന്നെ നോക്കുകയാണെങ്കിൽ വിപണിയിലൊരു ഫിയർ ഗേജ് അല്ലെങ്കിൽ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ തോത് ഒഴിവാക്കുന്ന ഇന്ത്യ വിക്സ് സൂചിക 1.6% ഡൗൺ ആയിട്ടുണ്ട്. 12.39 നിലവാരങ്ങളിലേക്ക് എത്തിച്ചേർന്നു. വളരെയധികം മാർക്കറ്റ് ബുള്ളിഷ് സെന്റിമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലവാരമാണ് ഔട്ട്ലുക്കാണ് ഇന്ത്യ വിക്സിൽ കാണാനാകുന്നത്. ഇനി സെക്ടറൽ ഇൻഡീസസിൻ്റെ പ്രകടനം, NSEയിലെ സെക്ടറൽ ഇൻഡീസസിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട 13 സെക്ടറൽ ഇൻഡീസസുകളിൽ 3 ഒഴികെ ബാക്കിയുള്ള 4 കൊണ്ട് ഒരെണ്ണം വളരെയധികം ഫ്ലാറ്റായിട്ടുള്ള ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. പക്ഷേ പറയുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഉള്ളത് ഒരു 3 അതായത് പ്രധാനപ്പെട്ട 13 സെക്ടറൽ ഇൻഡീസസുകളിൽ 3 ഒഴികെ ബാക്കിയുള്ള ഓഹരികളിലൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ക്ലോസിംഗ് കാണാനായി നമുക്ക് പറയാൻ കഴിയും. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലായിട്ട് 1.19% വർധനയോടെയാണ് അപ്പോൾ സെക്ടറൽ ഇൻഡീസസുകൾ ഇന്നത്തെ പ്രകടനത്തിൽ മുന്നിലെത്തിയിട്ടുള്ളത്. നിഫ്റ്റി ഹെൽത്ത് കെയർ സൂചികയിൽ 0.71%, നിഫ്റ്റി ഫാർമയിൽ 0.55%, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ 0.48% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി PSU ബാങ്ക് സൂചികയും 0.47% നേട്ടത്തോടെയാണ് ഇന്ന് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. മറുവശത്ത് നിഫ്റ്റി റിയാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട് 1.5%-അധികമുള്ള തിരിച്ചടി സെക്ടറൽ ഇൻഡീസസായ നിഫ്റ്റി റിയാലിറ്റിയിൽ കാണാനായി. നിഫ്റ്റി IT-യിൽ 0.5%, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസിൽ 0.36% വീതവും നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിഫ്റ്റിയിൽ എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് നോക്കുന്നതെങ്കിൽ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു അപ്സൈഡ് ബ്രേക്കൗട്ട്, ഒരു എക്സലൻ്റ് അപ്സൈഡ് ബ്രേക്കൗട്ടിന് ശേഷമുള്ള ഒരു ഫോളോ ത്രൂ അപ്പ് മൂവ് നമുക്കിന്ന് കാണാനായി. അത് തുടർ മുന്നേറ്റം ഇന്ന് നിഫ്റ്റിയിൽ വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനിടെ കാണാനായിട്ടുണ്ട്. ഒരു ഭാഗത്തൊക്കെ റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് ആയിരുന്നെങ്കിൽ പോലും 88 പോയിൻറ്റോളം നേട്ടം 1% നേട്ടം കരസ്ഥമാക്കിയാണ് നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. 27,438 ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്തു. ഒരു നേട്ടം നിലനിർത്താനായി ക്രമേണ മുന്നോട്ട് നീങ്ങി. അതായത് ആദ്യഘട്ടത്തിലും ഒരു മധ്യഘട്ടത്തിലും നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാജുവലി ഉള്ളൊരു പതുക്കെ മുന്നേറ്റം കണ്ടു. ലേറ്റർ പാർട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു നോക്കുകയാണെങ്കിൽ അല്ല അവസാന ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നാരോ റേഞ്ചിലുള്ളൊരു മൂവ്മെൻറ്റാണ് കാണാനായത്. പക്ഷേ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു ഉയർന്ന നിലവാരങ്ങൾക്ക് സമീപമാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ബുൾ ക്യാൻഡിലാണ് കാണാനാവുക. അതൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂഷനെ തന്നെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്, സൂചിപ്പിക്കുന്നൊരു പാറ്റേൺ ആണ്.
പ്രത്യേകിച്ചും ഒരു റേഞ്ച് ബൗണ്ട് മൂവിന് ശേഷമുള്ള ഒരു ഡിസിസീവ് ബ്രേക്കൗട്ടിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എടുക്കാം. വീക്ക്ലി ചാർട്ടിൽ നോക്കുമ്പോഴും ഒരു ലോങ് ബുൾ ക്യാൻഡിലാണ് കാണാനാകുന്നത്. ഇതുപോലെ തന്നെ കഴിഞ്ഞ 5 ആഴ്ചയിൽ ആ റേഞ്ച് ബൗണ്ട് ആക്ഷന് ശേഷമുള്ള ഒരു ലോങ് ബുൾ ക്യാൻഡിൽ കാണാനാകും. അപ്പോൾ ഇതും ഒരു പോസിറ്റീവ് ഇൻഡിക്കേഷൻ തന്നെയാണ്. നിയർ ടൈമിലേക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾക്കുള്ള സാധ്യത സൂചിപ്പിക്കുന്ന 2 പാറ്റേണുകളാണ് ഡെയിലി ചാർട്ടിലും നമുക്ക് വീക്ക്ലി ചാർട്ടിലും കാണാനാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ അണ്ടർലൈൻ ട്രെൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. ഇനി അടുത്ത നോക്കാനുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അപ്സൈഡ് ലെവൽ തൊട്ട് മുന്നിലുള്ള നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുന്നത് 25,800 26,000 ആണ് അടുത്ത ആഴ്ചയോടെ നോക്കാനുള്ളത്. മീൻസ് തൊട്ടടുത്തുള്ളൊരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അതിന് മുന്നേ 25,750 കടക്കണം. ഒരു വീക്ക്ലി ബേസിസിൽ പറയുകയാണെങ്കിൽ 25,800 26,000 നമുക്ക് അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരം. തൊട്ടടുത്ത സപ്പോർട്ട് 25,400 25,500 25,400 ഈ ഒരു ലെവലിൻ്റെ താഴെ ഒരു ഡെയിലി ബേസിൽ ക്ലോസിംഗ് വന്നാൽ മാത്രമാണ് വീണ്ടും ഒരു കൺസോളിഡേഷനിലേക്ക് പോകാൻ സാധ്യത. 25,750 വരെ ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ വലിയ തടസ്സങ്ങളില്ലാതെ പോകേണ്ടതാണ്. വൺസ് 25,800 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള തുടക്കപ്പെടും. എന്തായാലും അടുത്ത ആഴ്ച 25,800 നിഫ്റ്റിക്ക് 25,800 നിലവാരങ്ങൾക്ക് മുകളിൽ വീക്ക്ലി ബേസിസ് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ജൂലൈ 2ാം വാരത്തിൽ പുതിയ ഓൾ ടൈം ഹൈ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. നിഫ്റ്റിയിൽ പുതിയൊരു ഉയരം 26,277 ഒരു പുതിയ ഉയരം മറികടന്ന് പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്ന അടുത്ത ആഴ്ച ഇപ്പോൾ 25,800 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കണം. അമേരിക്കൻ US വിപണിയിലും നോക്കുമ്പോഴൊക്കെ റെക്കോർഡ് ഹൈയിലായിരിക്കുന്നതും വാർത്തകളുടെ ഒരു ഫ്ലോ വെച്ച് നോക്കുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണ് വരുന്നതെങ്കിൽ അത് വിപണിയെ സംബന്ധിച്ച് ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ നോക്കുമ്പം പിന്നെ Q1 റിസൾട്ടുകൾ വരാനുണ്ട്. താരതമ്യേന ഭേദപ്പെട്ട ഒരു പ്രകടനം ഇന്ത്യൻ കോർപ്പറേറ്റ് കമ്പനികൾ കാഴ്ചവെക്കുമെന്ന് കരുതുന്നു. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ഒക്കെ നമുക്ക് ജൂലൈ പ്രതീക്ഷിക്കാമെന്ന് കരുതാം. ഇതെല്ലാം ഒത്തുവരണം. അപ്പോൾ എന്തായാലും ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്തെന്ന് മാത്രം. മാർക്കറ്റിൻ്റെ കൂടുതൽ അനാലിസിസ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.